ക്രിസ്തുമതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പൊതു സുന്നഹദോസുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണം തുടരുന്നു. ബൈസാൻറ്റിയം, കുസ്തന്തീനോപ്പൊലിസ്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന നഗരങ്ങളിലൊന്നായ ഇന്നത്തെ ഇസ്താംബൂളിലാണ് ക്രിസ്തുവർഷം 381 രണ്ടാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ സമ്മേളിച്ചത്. തികച്ചും വ്യത്യസ്തമായ ഒരു നഗരമാണ് തുർക്കിയുടെ സാമ്പത്തിക, സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഇസ്താംബുൾ. 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഇസ്താംബുളിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ യൂറോപ്പിലും കിഴക്ക് ഏഷ്യയിലുമാണ്. നഗരമധ്യത്തിലുള്ള ബോസ്ഫറസ് കടലിടുക്കാണ് അതിർത്തി. ബോസ്ഫറസ് കടലിടുക്ക് കരിങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗമായ മർമര കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തുർക്കിയിലെ 20% ജനങ്ങളും ഇസ്താംബുളിൽ താമസിക്കുന്നു. മധ്യ തുർക്കിയിലുള്ള അങ്കാറയാണ് തലസ്ഥാന നഗരം. AD 360 സ്ഥാപിക്കുകയും 532 537 ഇടയിൽ പുതുക്കി പണിയുകയും ചെയ്ത ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ, വിശുദ്ധ ജ്ഞാനം അഥവാ ആയ സോഫിയ പള്ളി, ബൈസാൻറ്റിയൻ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം 1453 ഓട്ടോമൻ അധിനിവേശത്തിൻ്റെ ഫലമായി ആയ സോഫിയ പള്ളി ഒരു മസ്ജിദായി മാറ്റപ്പെട്ടു. വളരെ കാലം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ആയ സോഫിയ 1934 മുതൽ ഒരു മ്യൂസിയമായും 2020 വീണ്ടും മസ്ജിദായി മാറ്റപ്പെട്ടു. കുസ്തന്തീനോപ്പൊലിസ് സുന്നഹദോസ് സമ്മേളിച്ച ആയ ഇറീനി അഥവാ ഹാഗിയ ഐറീൻ പള്ളിയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. ചർച്ച് ഓഫ് ദി ഡിവൈൻ അഥവാ ദൈവിക സമാധാനത്തിൻ്റെ പള്ളി. സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ടോപ്കാപ്പി കൊട്ടാര പരിസരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്തമായ ഹായ സോഫിയ പള്ളി സ്ഥാപിക്കുന്നതിന് മുമ്പ് കുസ്തന്തീനോപ്പൊലിസിലെ പ്രധാന പള്ളി ഹാഗിയ ഐറീൻ ആയിരുന്നു. ക്രിസ്തുവർഷം 330 ആയ ഐറീനി സ്ഥാപിച്ചത്. കുസ്തന്തീനോപ്പൊലിസ് സുന്നഹദോസ് സമ്മേളിച്ച ആയ ഐറീനി ഒരിക്കലും ഒരു മസ്ജിദായി മാറ്റപ്പെട്ടിട്ടില്ല. മറിച്ച് ഓട്ടോമൻ അധിനിവേശ കാലത്ത് പള്ളി ആയുധപ്പുരയായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് മിലിറ്ററി മ്യൂസിയമായും സംഗീത കച്ചേരികൾക്കുള്ള ഓഡിറ്റോറിയമായും മാറ്റപ്പെട്ടു. തുർക്കിയിലെ തന്നെ ആദ്യത്തെ മ്യൂസിയം ഈ പള്ളിയാണെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ത്രിത്വത്തിനെ ദൈവശാസ്ത്രം ആവർത്തിച്ചുറപ്പിച്ച ചരിത്രപ്രധാനമായ ഈ ദേവാലയം ഇന്ന് ചുമരുകളും മേൽക്കൂരയും മാത്രമുള്ള ഒരു മ്യൂസിയമാണ്. ത്രിത്വത്തെ പ്രതീകപ്പെടുത്തുന്ന 3 ജനലുകളും ഗോൽഗോത്ത കുരിശെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുരിശും അടങ്ങിയ ത്രോണോസിൻ്റെ അവശിഷ്ടങ്ങൾ ഏതൊരു ക്രൈസ്തവൻ്റെയും ശ്രദ്ധയെ ആകർഷിക്കും. സുന്നഹദോസിൻ്റെ ചരിത്രം. നിഖ്യായിലെ സുന്നഹദോസിന് ശേഷം അറിയോസിൻ്റെ തെറ്റായ പഠിപ്പിക്കലുകൾ പൂർണ്ണമായും അവസാനിച്ചിരുന്നില്ല. ചക്രവർത്തിമാർക്കും ഉറച്ച വിശ്വാസത്തിൽ നിൽക്കാനായില്ല. ഇതിനു പുറമെ വിശുദ്ധ റൂഹ പിതാവിനോടും പുത്രനോടും സമനല്ല എന്ന ഒരു പ്രചരണം കുസ്തന്തീനോപ്പൊലിസിലെ മെത്രാനായിരുന്ന മക്കദോസിയോസ് നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ 380 അധികാരത്തിൽ വന്ന തിയോഡോഷ്യസ് ചക്രവർത്തി സഭയിൽ വിശ്വാസത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് തൻ്റെ സാമ്രാജ്യത്തെ കൂടുതൽ ഏകീകരിക്കാൻ തീരുമാനിച്ചു. നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസിൻ്റെ സഹായത്തോടെ ചക്രവർത്തി ക്രിസ്തുവർഷം 381 കോൺസ്റ്റാന്റിനോപ്പിളിൽ രണ്ടാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ വിളിച്ചുകൂട്ടി. വിശുദ്ധ റൂഹ ദൈവമാണെന്നും പിതാവിനോടും പുത്രനോടും ഏക സാരാംശമുള്ളവനാണെന്നും സുന്നഹദോസ് തീരുമാനിച്ചു. നിഖ്യായിലെ തീരുമാനങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ദൈവീകത സ്ഥിരീകരിച്ച സുന്നഹദോസ് ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ പ്രധാന സിദ്ധാന്തമായി ത്രിത്വത്തെ ആവർത്തിച്ച് ഉറപ്പിച്ചു. കുസ്തന്തീനോസ് സുന്നഹദോസിലും അന്ത്യോക്യ പാത്രിയർക്കീസ് ആയിരുന്നു ആതിഥ്യം വഹിച്ചത്. എന്നാൽ സമ്മേളനങ്ങൾ ആരംഭിച്ച് അധികം താമസിയാതെ പാത്രിയർക്കീസ് വിശുദ്ധ മിലീത്തോസ് കാലം ചെയ്തു. കുസ്തന്തീനോപ്പൊലിസിലെ വിശുദ്ധ നെക്തറിയോസ് ആണ് തുടർന്നുള്ള സമ്മേളനങ്ങളിൽ അധ്യക്ഷനായത്. വിശുദ്ധ ഗ്രിഗോറിയോസിനെ കൂടാതെ
അലക്സാന്ദ്രിയയിലെ മോർ തീമോത്തിയോസ് ആയിരുന്നു സുന്നകദോസിലെ പ്രധാനി. ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകളെ കൂടാതെ മറ്റ് പല പാശ്ചാത്യ സഭകളും രണ്ടാമത്തെ ഈ പൊതു സുന്നകദോസിനെ അംഗീകരിക്കുന്നു.